അപ്പൊ ചെറുപ്പത്തിൽ എന്നെ അമ്മ പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്. സ്വർഗത്തിലെ മാലാഖമാരെ കുറിച്ച്, ഗബ്രിയേൽ മാലാഖ, മിഖായേൽ മാലാഖ, ഇവരെയൊക്കെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കണ്ടത് ഈ ദിവ്യാരൂപികളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അത്ര വലിയൊരു സ്ഥാനമാണ് എന്ന്. പക്ഷേ ഈ ഗീതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അഗ്നിമയന്മാര്, ദിവ്യാരൂപികൾ, അതുപോലെ തന്നെ കീർത്തിതരായ ഗബ്രിയേൽ മാലാഖ, മിഖായേൽ മാലാഖ, ഇവരുടെ ഒരു പുരോഹിതനോട് തുലനം ചെയ്യുമ്പോൾ ഇവരുടെ സ്ഥാനം എത്ര നിസ്സാരമാണ്. അതെന്നെ കണ്ണു തുറപ്പിച്ചു. ഒരു പുരോഹിതനെ ഈ ദൈവാരൂപികളും ഈ മാലാഖമാരുമാക്കി തുലനം ചെയ്ത് നോക്കുമ്പോൾ ഈ ദൈവാരൂപികളുടെ സ്ഥാനം എത്ര നിസ്സാരമാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ കണ്ണ് തുറക്കുന്നത്. ദൈവമേ, എൻ്റെ സ്ഥാനം എന്താണ്? എത്ര സമുന്നതമാണ് എൻ്റെ പുരോഹിത ശുശ്രൂഷ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ വൈദികരെ കാണുമ്പോൾ അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നുണ്ട്, ഈശോ ഇന്ന് ജീവിക്കുന്നത് 4 തലങ്ങളിലൂടെയാണ്, 4 രീതികളിലൂടെയാണ്, 4 അവസരങ്ങളിലൂടെയാണ്. ദ 4-way പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒന്നാമതായി ഈശോ മിശിഹ ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കുകയാണ്. രണ്ടാമതായി ഈശോ നമ്മോടുകൂടി ആയിരിക്കുന്നത് വചനത്തിലൂടെയാണ്. വചനം ശ്രവിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. മൂന്നാമതായി ഈശോ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങളിൽ 2-3 പേർ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിൽ നാം ഒരുമിച്ചത് ഈശോയുടെ നാമത്തിലാണ്. ഈശോ ഇവിടെ ഉണ്ട്, നമ്മെ കാണുന്നുണ്ട്, നമ്മെ കേൾക്കുന്നു. വീടുകളിൽ കുടുംബ പ്രാർത്ഥനയ്ക്കായി ഈശോയുടെ നാമത്തിൽ നാം ഒരുമിക്കുമ്പോൾ ഈശോ അവിടെ ഉണ്ട്. നാലാമതായി ഈശോ സന്നിഹിതനാകുന്നത് പുരോഹിതനിലൂടെയാണ്. ദ ഓൾട്ടർ ക്രിസ്റ്റോസ്. ഈ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ജോൺ പനന്തോട്ടം എന്നൊരു വ്യക്തിയല്ല, ഞാൻ ഈശോയായി മാറുകയാണ്. ഓൾട്ടർ ക്രിസ്റ്റോസ്. എത്ര സമുന്നതം! ഇന്ന് പുരോഹിത, നീ ഭരമേറ്റ ഈ വിശിഷ്ട സ്ഥാനം. ഇതാണ് നമ്മൾ പറയുന്നത്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്. അപ്പൊ അതിനുശേഷം നമ്മൾ പാടുന്നുണ്ട്, ശുദ്ധി എഴുന്ന പുരോഹിതരെ, പാപച്ചുരയിൽ നിന്നെല്ലാം മലിനത നിറയും നിന്റെ ഹൃദയം വെടിപ്പാക്കി സൂക്ഷിക്കണം. നീ ഈശോയാണ്. നീ പാപം ചെയ്യാൻ തുനിയരുത്. പാപത്തിൽ നിന്ന് നീ വിട്ടകലണം. നമ്മൾ കേട്ടിട്ടുണ്ട് സെയിന്റ് തോമസ് അക്വൈനാസിനെ കുറിച്ച്. ഏറ്റവും വലിയ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ. ദൈവശാസ്ത്ര വിജ്ഞാനങ്ങൾ വോളിയംസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം എങ്ങനെയാണ് ഇത് എഴുതിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ചിന്തിക്കാറില്ല, ദൈവം എൻ്റെ കരങ്ങൾ പിടിച്ചെഴുതുകയാണ്. ഒരിക്കൽ
അദ്ദേഹത്തിന് ദൈവദർശനമുണ്ടായി. ആ ഈശോ സെന്റ് തോമസിനോട് ചോദിക്കുന്നുണ്ട്, തോമസ്, നീ എനിക്കായി എത്ര വലിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്, നീ എനിക്കായി എത്ര വലിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പ്രതിഫലമായി ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത്? അപ്പോൾ സെന്റ് തോമസ് പറയുന്നുണ്ട് ഈശോയോട്, ലോർഡ്, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ബട്ട് യു. കർത്താവേ, എനിക്കൊന്നും വേണ്ട, എനിക്ക് പ്രതിഫലമായി ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് നീ വേണം, നീ എൻ്റെ കൂടെ വേണം, അതുമാത്രം മതി എനിക്ക്. ഓരോ പുരോഹിതൻ്റെയും പ്രാർത്ഥന ഇതാണ്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. എനിക്ക് സ്ഥാനം വേണ്ട, എനിക്ക് പണം വേണ്ട, എനിക്ക് അംഗീകാരവും വേണ്ട, പക്ഷെ നീ എന്നെ വിട്ടുപോകരുത്, എനിക്ക് നീ വേണം. നീ ഇല്ലാത്തൊരു ജീവിതം പുരോഹിതനായി എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ഇതായിരിക്കണം ഷിൻസച്ചിൻ്റെയും അതുപോലെ തന്നെ അമലച്ചൻ്റെയും ഒക്കെ പ്രാർത്ഥന. സെയിന്റ് അംബ്രോസിന് ഇതുപോലെയൊരു ദൈവദർശനമുണ്ടായി. സെയിന്റ് അംബ്രോസ് ഒരുപാട് കാര്യങ്ങൾ ഈശോയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ദൈവദർശനം ഉണ്ടായപ്പോൾ സെയിന്റ് അംബ്രോസ് ഈശോയോട് പറയുന്നുണ്ട്, ലോർഡ്, കർത്താവേ, നീ എനിക്ക് എത്ര കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നത്, നീ എന്നിലൂടെ എന്തുമാത്രം നന്മകളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാൻ എന്താണ് തിരിച്ചാണ് ചോദിക്കുന്നത്. സെയിന്റ് അംബ്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ്, നീ എനിക്ക് തന്ന നന്മകൾക്കെല്ലാം പകരമായിട്ട് ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത്? അപ്പോൾ ഈശോ ഇങ്ങനെ നോക്കിയിട്ട് പറയണം, നീ എന്താ തരുന്നത്? ഞാൻ നിനക്കായി പ്രവർത്തിച്ച ഈ കരങ്ങൾ മതിയോ? ഇനിയും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം, ഈ കരങ്ങൾ മതിയോ? ദൈവം പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട നിന്റെ കരങ്ങൾ. ഞാൻ നിനക്കായി ചിന്തിച്ച എൻ്റെ ബുദ്ധിശക്തി മുഴുവൻ, കഴിവുകൾ മുഴുവൻ ഞാൻ നിനക്ക് തരാം, ഇനിയും തരാം. ദൈവം പറഞ്ഞു, വേണ്ട, എനിക്ക് നിന്റെ ബുദ്ധിശക്തിയൊന്നും വേണ്ട, എൻ്റെ പാദങ്ങൾ നിനക്ക് തരാം. നിനക്ക് വേണ്ടി കാതങ്ങളോളം അലഞ്ഞു നടക്കുവാൻ ഞാൻ തയ്യാറാണ്. നീ തന്ന നന്മകൾക്ക് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, അത് മതിയോ? ദൈവം പറഞ്ഞു, അതും എനിക്ക് വേണ്ട, നീ എനിക്ക് വേണ്ടി ഇങ്ങനെ അലഞ്ഞു നടക്കൊന്നും വേണ്ട. പിന്നെ എന്താണ് ഞാൻ തരേണ്ടത്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഐ വാണ്ട് യുവർ സിൻസ്. എനിക്ക് വേണ്ടത് നിന്റെ പാപങ്ങളാണ്, നിന്റെ കുറവുകളാണ്. അത് നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞു നിൽക്കേണ്ടതാണ്. ഓരോ പുരോഹിതനോടും ദൈവം ആവശ്യപ്പെടുന്ന ഇതാണ്, എനിക്ക് നിന്റെ വലിയ വലിയ കഴിവുകളൊന്നുമല്ല വേണ്ടത്, എനിക്ക് നിന്റെ വലിയ അഡ്മിനിസ്ട്രേഷനോ പാണ്ഡിത്യമോ ഒന്നുമല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് നിന്റെ പാപങ്ങളും ബലഹീനതകളുമാണ്. കാരണം നീ വിശുദ്ധനായിരിക്കണം, നീ പരിശുദ്ധനായിരിക്കണം. ഓരോ പുരോഹിതനും ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധനായിരിക്കണം. ശുദ്ധിയെഴുന്ന പുരോഹിതരെ, പാപക്കറകളിൽ നിന്നെല്ലാം മലിനത നിറയും നിന്റെ ഹൃദയങ്ങൾ കഴുകി വിശുദ്ധി വരുത്തിടുവിൻ. അതാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ കേട്ടത്. മോസസ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അശുദ്ധിയുടെ അടയാളമായി ചെരുപ്പ് നീ മാറ്റുക. മോസസിനോട് ചെരുപ്പ് മാറ്റാനല്ല പറഞ്ഞത്, നിന്റെ മനസ്സിലുള്ള
പാപത്തിൻ്റെ ചെരുപ്പുകൾ, അശുദ്ധിയുടെ ചിന്തകൾ, ഇപ്രകാരമുള്ള ചെരുപ്പുകളെല്ലാം നീ മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഇന്ന് ഡീക്കൻ ഷിൻസിനോടും അമലിനോടും ദൈവം പറയുന്നതാണ്, ഷിൻസ്, അമൽ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അശുദ്ധമായി ധരിച്ചിട്ടുള്ള ചെരുപ്പുകളൊക്കെ മാറ്റിയിടുക, പഴയ ജീവിതശൈലി മാറ്റുക. ഇത് ദൈവത്തിൻ്റെ മാത്രം ആവശ്യമില്ല കേട്ടോ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും, എനിക്കുറപ്പുണ്ട്, ഒരു വൈദികനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇതാണ്. ഒരു വൈദികൻ പരിശുദ്ധനായിരിക്കണം. ദൈവം മാത്രമല്ല ആവശ്യപ്പെടുന്നത്. ഇന്ന് നമ്മോട് വിശ്വാസികൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ആവശ്യം ഇതാണ്. നല്ല വൈദികരെ ആവശ്യമാണ്. മനസ്സിൽ നന്മയുള്ളവർ, കണ്ണുകളിൽ കരുണയുള്ളവർ, അധരങ്ങളിലൂടെ സമാധാനം ആശംസിക്കുന്നവർ, കരങ്ങളിലൂടെ, ശുശ്രൂഷാകരത്തിലൂടെ രോഗശാന്തി കൊടുക്കുന്നവർ, ഹൃദയത്തിൽ അലിവുള്ളവൻ. അതാണ് ഈശോ, അതാണ് പുരോഹിതൻ. ഈ പുരോഹിതനെയാണ് ഇന്ന് ഈ തലമുറയ്ക്ക് ആവശ്യം.